പത്താമിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സെപ്റ്റംബർ മാസം 14 മുതൽ 20 തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 16 തീയതി രാത്രി സൂര്യൻ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് പ്രവേശിക്കുന്നു. 15 പുലർച്ചെ ശുക്രൻ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നു കർക്കിടകത്തിൽ നിന്നും. 15 പകൽ ബുധൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നിയിലേക്കും സംക്രമിക്കുന്നു. ആദ്യം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ, അതായത് ആദ്യ പകുതിയിൽ ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളാണ് ഈ ആഴ്ചയിൽ. അശ്വതി മകം മൂലം നക്ഷത്രക്കാരിൽ നിന്നോ മകയിരം അവിട്ടം നക്ഷത്രക്കാരിൽ നിന്നോ ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള, പ്രത്യേകിച്ചും കർമ്മരംഗത്ത് തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആദ്യ ദിവസം ഒഴിച്ച് ബാക്കി ആദ്യ പകുതിയിലെ ദിവസങ്ങൾ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യ ദിവസം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാരുമായി ഏതെങ്കിലും വിധത്തിലുള്ള വാക്കുതർക്കമോ കലഹമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ഈ നക്ഷത്രക്കാർ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തന രംഗത്ത്, മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പ്രവർത്തന രംഗത്ത് ഈ പറഞ്ഞ നക്ഷത്രക്കാർ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ ഇവർക്ക് ഒന്നുകിൽ ഇവരുമായി ഒരു ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ആ സംഘർഷങ്ങളോ ആ കലഹങ്ങളോ ഒക്കെ പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇവർക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്നതായി കാണുന്നു ആഴ്ചയുടെ ഈ ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ ആദ്യ പകുതിയിലെ ബാക്കി ദിവസങ്ങൾ. അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ പൊതുവെ, പ്രത്യേകിച്ച് തിങ്കളാഴ്ച ഞായറാഴ്ച രാത്രി തൊട്ട് തന്നെ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ ഇവർക്കുണ്ടായിരുന്ന ആലസ്യമോ തടസ്സമോ മറ്റു വിധത്തിലുള്ള മാനസിക പ്രയാസങ്ങളോ മാറി കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ചുറുചുറുക്കോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് ഈ ദിവസങ്ങളിൽ ഇവർ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി ഇവർക്ക് ഇവരുടെ ജോലി ചെയ്യാൻ സാധിക്കുന്ന ദിവസങ്ങളാണിത്. സഹോദരന്മാരോ അല്ലെങ്കിൽ സഹോദരസ്ഥാനത്തുള്ളവരോ ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ ഒക്കെ ഇവരുടെ ഇത്തരം സംരംഭങ്ങളിൽ സഹായിക്കുമെന്ന് കാണുന്നുണ്ട്. ചില പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അവരുടെ കർമ്മരംഗത്തിന് കൂടുതൽ ഒരു പോസിറ്റിവിറ്റി നൽകുമെന്ന് കാണുന്നു. അതുവരെ ഉണ്ടായിരുന്ന ചില മാർഗങ്ങൾ, അതുവരെ ഉണ്ടായിരുന്ന ചില ഉപായങ്ങൾ, ആശയങ്ങൾ ഇതൊക്കെ മാറ്റുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ ഇവരുടെ പദവിയിൽ ചില ചെറിയ വ്യത്യാസങ്ങൾ വരാം. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഈ ദിവസങ്ങളിൽ കേൾക്കാനിട വന്നേക്കാം. അതുകൊണ്ട് ആഴ്ചയുടെ ആദ്യ പകുതി ഗുണമാണ്, ആദ്യത്തെ ദിവസം ഒഴിച്ച്. രണ്ടാം പകുതി തുടങ്ങുമ്പോൾ സന്താനങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പഠന സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആശ്രിതർക്ക്, വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്നവരോ ഒക്കെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമോ മാനസികമോ ആയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങൾ ഇവർക്ക് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇവരുടെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളം അസിഡിറ്റിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ട് ഉദര സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകാം. അത് ചിലപ്പോൾ ഇവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. മാതാവിന് ചെറിയ അവശത ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം ആഴ്ചയുടെ രണ്ടാം പകുതിയിലെന്ന് കാണുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന് പ്രധാനപ്പെട്ട സംഭവം, കുടുംബജീവിതത്തിൽ വളരെ ശ്രദ്ധ ഇവർ പാലിക്കണം. ഒരു വാക്കോ ചിലപ്പോൾ തെറ്റായ രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളോ ഒക്കെ തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് ജോലി സംബന്ധമായ കാര്യത്തിലായാലും ശരി, ബിസിനസ് സംബന്ധമായ കാര്യത്തിലായാലും ശരി, ഒരുമിച്ച് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളെയും അത് ബാധിക്കാം. അതുകൊണ്ട് ബന്ധങ്ങൾ അങ്ങേയറ്റം സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളും ഇലക്ട്രിസിറ്റി, തീ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധ വേണമെന്ന് പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 14 തീയതി രാത്രി 8 മണി കഴിഞ്ഞ് 15, 16 ദിവസങ്ങൾ താരതമ്യേന മേന്മയുള്ളതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണകരമായ അവസ്ഥ കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യ ദിവസവും അതുപോലെ തന്നെ ആദ്യ പകുതി കഴിഞ്ഞുള്ള ദിവസങ്ങളും പൊതുവെ ഗുണകരമാണ്. സാമ്പത്തികമായ നേട്ടം തന്നെയാണ് ഈ ആഴ്ചയും ഇവരുടെ ഗുണം. അതുപോലെ പ്രവർത്തനങ്ങളിൽ ഇവരുടെ കർമ്മരംഗത്ത് ഇവരെ വെല്ലാൻ തൽക്കാലം ആളുകൾ വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ആക്ഷേപമോ വിമർശനമോ ഉണ്ടാകാനുള്ള സാധ്യത ഈ ആഴ്ചയും വിരളമാണ്.
എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചില വിമർശനങ്ങൾ ഇവരുടെ ശത്രുപക്ഷത്തു നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഇവരുടെ ഊർജ്ജസ്വലതയും അതുപോലെ തന്നെ ഇവരുടെ കർമ്മ വൈഭവവും തീർച്ചയായിട്ടും ഇവരെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്ന് കാണുന്നു. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഗുണം കാണുന്നുണ്ട്. എന്നാൽ ഉദര സംബന്ധമായ വ്യാധി ഇവർക്കുണ്ടാകുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മുറിവോ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത. വളരെ സൂക്ഷിച്ചു വേണം ഇവരുടെ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവരുമൊത്തുള്ള യാത്ര ചെയ്യലും അതുപോലെ തന്നെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളും. ചിലപ്പോൾ ചില ചതിപ്രയോഗത്തിലൂടെയൊക്കെ ഇവർക്ക് അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ സാമ്പത്തിക മേഖലയിലും ചിലപ്പോൾ ഇവരെ ഏതെങ്കിലും തരത്തിൽ കുടുക്കാനുള്ള സാധ്യത ഇവരെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നവർ കാണിക്കും എന്ന് വിചാരിക്കണം. അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിലും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണം. ചിലപ്പോൾ ഒരുമിച്ച് മദ്യപാനം അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലാഘവമാർന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആയിരിക്കാം ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുക. അതുകൊണ്ട് തൽക്കാലം മനസ്സിൽ സംശയം തോന്നുന്ന വ്യക്തികളുമായി യാതൊരു വിധത്തിലുള്ള ഏർപ്പാടുകളും ഇല്ലാതിരിക്കുന്നതാണ് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ നല്ലത്. ഉദരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് ചിലപ്പോൾ ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. അതുപോലെ കടബാധ്യത അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്നവർക്ക് തൽക്കാലം ഒരു ആശ്വാസം കാണുന്നുണ്ട്. അനവസരത്തിൽ ഇവർക്ക് കുറച്ച് പണം വരുന്നതായിട്ട് കാണുന്നു. അനവസരമൊന്നും ഒരിക്കലും അതിനെ പറയാൻ പറ്റില്ല. എപ്പോഴോ അപേക്ഷിച്ചിരുന്ന പണം ഇപ്പോൾ ഇവർക്ക് അനുവദിച്ച് കിട്ടുന്നതായിട്ട് കാണുന്നു. ഒരുപക്ഷെ ധനകാര്യ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികാര സ്ഥാപനങ്ങളിലോ വായ്പയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ശരിയായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളും തിരിച്ചു കിട്ടാം. ചില ബന്ധങ്ങൾ ചിലപ്പോൾ കലഹിച്ചു മാറി നിന്നിരുന്നത് യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞ് വരുന്നതായിട്ട് കാണുന്നു. അങ്ങനെയുള്ള ചില ഗുണങ്ങളും സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ സാമ്പത്തികമായിട്ട് വലിയ ദോഷം കാണുന്നില്ല. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും ഉദരവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മുറിവ് അപകട സാധ്യതകളുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ വേണം. ഈ ആഴ്ചയിൽ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14 രാത്രി 8 മണി വരെ നല്ലതാണ്. ശേഷം 17, 18 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയുടെ തുടക്ക ദിവസം നല്ലതാണ്. പിന്നെ ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങളും വളരെ ഗുണകരമായിട്ട് കാണുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് അല്പം ചെലവ് കൂടിയിരിക്കും. എന്നാൽ അതിനുശേഷമുള്ള ആദ്യ പകുതിയിലെ ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു. അതായത് ആദ്യത്തെ ദിവസം രാത്രി 8 മണി വരെ ചിലപ്പോൾ ചില സാമ്പത്തികമായ ഇടപാടുകളിൽ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ നിന്ന് പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ അമിതമായ ചിലവ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ചില യാത്രകൾ ഇവർക്ക് ഫുൾ ചിലവ് ഇവർക്ക് തന്നെ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ തീർത്ഥയാത്രയുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉടനെ ലാഭം കിട്ടാത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുടക്കുന്ന ചില ചിലവൊക്കെ ആഴ്ചയുടെ തുടക്ക ദിവസം ഉണ്ടാകാം. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത് ആദ്യ പകുതിയിലെ. അതിനുശേഷം ആഴ്ചയുടെ അവസാന ദിവസങ്ങളും വളരെ ഗുണകരമായിട്ട് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നു. ഈ ആഴ്ചയിൽ ഇവർക്ക് ഭൂരിഭാഗം ദിവസങ്ങളും വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് ഇവർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. ഏറ്റവും മിതമായി കാര്യങ്ങൾ കൊണ്ടുപോകാനും ഏറ്റവും കഴിവോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകാനും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അങ്ങനെ തങ്ങളുടെ പ്രവർത്തനങ്ങളിലെ മികവ് ഇവർക്ക് മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടം, സ്വന്തം വ്യക്തിത്വത്തിൽ ഉണ്ടാകാവുന്ന ആ ഒരു വലിയ അവസ്ഥ, അതൊക്കെ തന്നെ അവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ വലിയ ഒരു പേര് സമ്പാദിക്കുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും കഴിഞ്ഞ കുറേ കാലമായി ശാരീരികമായി ഉണ്ടായിരുന്ന ആലസ്യമൊക്കെ മാറി ഒരു ഉണർവ് കാണുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അത്തരം കാര്യങ്ങളുമുണ്ട്. ധനം കയ്യിൽ നല്ലവണ്ണം വരും. മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കാം. പ്രത്യേകിച്ചും മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ആ നക്ഷത്രക്കാരിൽ സ്ത്രീകൾക്ക് അവരുടെ മുഖസൗന്ദര്യം വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സഹോദരന്മാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ധനസഹായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീടുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. വാഹനം പുതിയത് വാങ്ങുകയോ മറ്റോ ചെയ്യാം. അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ മാറ്റാം. വീട് മോടി പിടിപ്പിക്കാം. ഇതിനൊക്കെ സാധ്യതയുണ്ട്.
പുതിയ വസ്ത്രം, പുതിയ ലേപന സൗന്ദര്യ വസ്തുക്കൾ സമ്പാദിക്കൽ, ഇതൊക്കെ സ്ത്രീകൾക്ക്, ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സാധിക്കുന്നു. പുരുഷന്മാർക്കാണെങ്കിൽ അവർക്ക് അനുയോജ്യമായ സമ്മാനങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. വീടിൻ്റെ അന്തരീക്ഷം കുറച്ചുകൂടി മനോഹരമാക്കി മാറ്റാനും അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മോശാവസ്ഥ മാറ്റി വീടിനെ കുറച്ചുകൂടി മോടി പിടിപ്പിക്കാനും സാധിക്കുന്നത് ഈ ആഴ്ചയിൽ മിഥുനക്കൂറിലെ പുരുഷന്മാർക്ക് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ കർമ്മരംഗത്തും ഇവർക്ക് ഇവരുടെ ഓഫീസ് പ്രവർത്തനങ്ങൾ, തൊഴിലിടങ്ങളിലെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ മറ്റേതു തരത്തിലുള്ള തൊഴിൽ സമ്പാദ്യം അല്ലെങ്കിൽ വരുമാന സമ്പാദ്യത്തിൻ്റെ ആധാരമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഏറ്റവും നന്നായി ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. വാക്കുകൾ വളരെ മിതമായി മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുന്നതിനാൽ ഇവരെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിക്കുന്നു. സൗമ്യതയും സ്നേഹവും ഇവരിലേക്ക് പകർത്തപ്പെടുന്നു. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണെങ്കിലും കർമ്മരംഗത്ത് കണ്ടകശനി ഉള്ളതിനാൽ ഏതെങ്കിലും വിധത്തിലുള്ള വെല്ലുവിളികളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവസാനത്തിൽ ഒരു പരാമർശത്തിൽ നെഗറ്റിവിറ്റി കടന്നു വരികയോ ഒക്കെ ചെയ്യാം. അതുകൊണ്ട് തങ്ങളുടെ കർമ്മരംഗം അങ്ങേയറ്റം സന്തോഷകരവും പൂർണ്ണവുമാണെന്ന് ചിന്തിക്കരുത്. ഒരു കാര്യവും പൂർണ്ണതയിലല്ല, എന്നാൽ പോലും ഇവിടെ അത് ശ്രദ്ധിക്കണം. അറ്റ്ലീസ്റ്റ് ഇവർക്ക് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് മാനസിക സംഘർഷമുണ്ടാകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയുന്നുമില്ല. എന്നാലും ഈ ആഴ്ച പൊതുവെ ഗുണകരമാണ്. ഈ ആഴ്ചയിൽ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 14 രാത്രി 8 മണി കഴിഞ്ഞ് 15, 16 ശേഷം 19, 20 താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയുടെ തുടക്ക ദിവസവും പിന്നെ ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷമുള്ള 2 ദിവസവും വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും സാമ്പത്തികമായ നേട്ടമാണ് ആഴ്ചയുടെ തുടക്ക ദിവസം തന്നെ ഇവർക്ക് വരുന്നത്. അത് ഒരുപക്ഷെ സ്വന്തം ജോലിയിൽ നിന്നോ മറ്റോ അല്ല, മറ്റെവിടെയെങ്കിലുമൊക്കെ പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ പണം ഒരുമിച്ച് പലിശ അടക്കമൊക്കെ ഒരു വൻ തുകയായി ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിട്ടുള്ള ചില അറിവുകൾ ഇവർക്ക് ലഭിക്കുന്നു. അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഞായറാഴ്ചയാകുമ്പോൾ എവിടുന്ന് പണം വരാനെന്നൊക്കെ തോന്നും പലർക്കും. ചിലപ്പോൾ ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില പ്രവർത്തനങ്ങൾ പിന്നീട് മുന്നോട്ട് പോകാനുള്ള വാർത്തകൾ ഇവർ കേൾക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ തുടങ്ങുന്നു. അത്തരം കാര്യങ്ങളിൽ ഇവർക്ക് വളരെ സന്തോഷമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ കുടുംബത്തിലെ കാരണവസ്ഥാനത്തുള്ളവരും അതുപോലെ പ്രായാധിക്യമുള്ള വ്യക്തികളുമായി ഒരുമിച്ചിരുന്ന് ചില നല്ല മുഹൂർത്തങ്ങൾ പങ്കുവയ്ക്കാൻ സ്ഥലങ്ങളിലോ തീർത്ഥാടന സ്ഥലങ്ങളിലോ ഒക്കെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി ഒരുമിച്ച് പോകുന്നതായിട്ട് കാണുന്നു. വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഗുണകരമാക്കി മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ തൊട്ടടുത്തുള്ള 2-2.25 ദിവസങ്ങൾ അത്ര നല്ലതല്ല എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പണം മുടക്കുന്നൊരവസ്ഥയാണ്. കാശ് കയ്യിൽ നിന്ന് പോകും എന്നതേ ഉള്ളൂ. പക്ഷേ അതൊന്നും ഒരു നഷ്ടത്തിലേക്കോ അല്ലെങ്കിൽ അനാമത്ത് ചെലവിലേക്കോ അല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കുക. കൃത്യമായി തങ്ങളുടെ തന്നെ ഭാവിയിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുടെ സന്താനങ്ങളുടെയൊക്കെ ഭാവിയിലേക്കോ അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിലോ ഭാവിക്ക് ഗുണം ചെയ്യുന്ന കാര്യത്തിനോ വേണ്ടി മുടക്കുന്ന പണമാണത്. അങ്ങനെയേ കാണുന്നുള്ളൂ. പിന്നെ ചിലർക്കെങ്കിലും ഈ ദിവസങ്ങളിൽ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിലർക്കെങ്കിലും ഈ ആദ്യത്തെ ദിവസം കഴിഞ്ഞുള്ള ഒരു 2-2.25 ദിവസങ്ങൾ സാമ്പത്തികമായി അമിത ചിലവിൻ്റെ കാര്യങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ കുടുംബ ബന്ധുക്കളുടെ ഏതെങ്കിലുമൊക്കെ മംഗളകർമ്മത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള അടിയന്തര കാര്യങ്ങളിലോ ഒക്കെ പണം മുടക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷമുള്ള ആദ്യ പകുതി, രണ്ടാമത്തെ പകുതിയിലെ ആദ്യ ദിവസങ്ങൾ, അതായത് ആദ്യ പകുതിക്ക് ശേഷമുള്ള 2 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തികമായ ഉയർച്ചയും അത് എത്ര നഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ എത്ര ചിലവാക്കിയിരുന്നു ഏകദേശം അതിനോളമുള്ള തുക ഇവരുടെ കയ്യിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. സമ്പത്ത്, അതുപോലെ തന്നെ മനസ്സിന് ആഹ്ലാദം ലഭിക്കുന്ന സന്ദർഭങ്ങൾ, ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുമായി ഇടപഴകാനും അവരിൽ നിന്ന് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന വാർത്തകളും സാമീപ്യങ്ങളും ലഭിക്കുവാനുമൊക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നു. ആഴ്ചയുടെ അവസാനത്തെ ദിവസം അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മുഖവുമായി ബന്ധപ്പെട്ടോ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും അലർജി അസുഖമോ ഉണ്ടാകാം. ചിലപ്പോൾ ശ്വാസം മുട്ടൽ തന്നെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഷോൾഡർ ഭാഗവും കഴുത്തിൻ്റെ പിൻഭാഗത്തുമൊക്കെ നീര് ഇറങ്ങുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള പെയിൻ, പല്ലുവേദന, അതുപോലെ മുഖത്തിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. കണ്ണുകളുടെ ആരോഗ്യവും പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14-ാം തീയതി രാത്രി 8 മണി വരെയും അതിനുശേഷം 17, 18 തീയതികളും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം.
ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇവർ അജയ്യരായി നിൽക്കാനുള്ള ഒരു സാധ്യതയാണത്. ഒന്ന്, ഭാഗ്യം ഇവരിലേക്ക് ഒരു അനുഗ്രഹമായി മാറുന്നതും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ അതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. ഈ വ്യക്തികൾക്ക്, അതായത് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും വിധത്തിൽ തങ്ങളുടെ ജോലിസ്ഥലത്ത് വൈമുഖ്യമുണ്ടായിരുന്നെങ്കിൽ, വൈഷമ്യമുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മടി ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടാകുന്നതായിട്ട് കാണുന്നു. തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യമാണ്, ആത്മാർത്ഥതയോടെ ചെയ്യണം, അത് വിജയത്തിലെത്തിക്കണം എന്നുള്ള ഒരു മനസ്സുറപ്പോടുകൂടി ഇവർ ഇടപെടുന്നതായിട്ട് കാണുന്നു ആഴ്ചയുടെ ആദ്യ പകുതിയിലെ ദിനങ്ങളിൽ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ ഇവർക്ക് അങ്ങേയറ്റം ശോഭിക്കാനും സാധിക്കുന്നു. ഈ ദിവസങ്ങളിൽ വളരെ വേണ്ടപ്പെട്ട വ്യക്തികളുമായി സമാഗമത്തിന് സാധ്യതയുണ്ട്. അഭിലഷിച്ചിരുന്ന കാര്യങ്ങൾ ഇവരിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അത് ചിലപ്പോൾ അഭിലഷിച്ചിരുന്ന കാര്യങ്ങൾ ഇവരിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അതായത് ഇവർ എന്താണോ ആഗ്രഹിച്ചത് അത് ഇവർക്ക് നേടാൻ സാധിക്കുന്നു. അതിന് തക്കവണ്ണമുള്ള സാമ്പത്തിക ഭദ്രതയുണ്ടാകുന്നു എന്നതാണ് സത്യം. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. കുടുംബത്തിലെ ഏറ്റവും തലമൂത്ത വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില പുതിയ സമീപനങ്ങൾ, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ആഹ്ലാദത്തിന് വക നൽകുന്ന ചില നിമിഷങ്ങൾ അതൊക്കെ ഉണ്ടാകുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് ഉല്ലാസ സഞ്ചാരത്തിന് സാധിക്കുന്നു. നല്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. പൊതുവെ ആദ്യ പകുതി ഗുണകരമാണ്. രണ്ടാം പകുതിയിലെ അവസാന ദിവസങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഗുണകരം. അത് ശാരീരികമായി മനസ്സിന് സന്തോഷം ലഭിക്കുകയും മനസ്സിന് സന്തോഷം ലഭിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായി ഇവർക്ക് ആഴ്ചയുടെ, അതായത് രണ്ടാം പകുതി തുടങ്ങുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും എല്ല് സംബന്ധമായോ അല്ലെങ്കിൽ പേശി സംബന്ധമായോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള എല്ല് തേയ്മാനത്തിനോ അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായ എന്തെങ്കിലും അസുഖം നേരത്തെ ബാധിച്ചിരുന്നവർക്ക് അത് വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ തുടക്കക്കാർക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ല് സംബന്ധമായും പേശി സംബന്ധമായും ഒക്കെയുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട വിദഗ്ധരെ കാണേണ്ടി വരും എന്നുള്ളതാണ് പ്രധാന വിഷയം. ആരോഗ്യകാര്യത്തിലെ ഇവരുടെ ആലസ്യവും ഉഴപ്പും ഒന്ന് മാറ്റണം എന്ന് പ്രത്യേകമായി പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ആഴ്ചയുടെ ആദ്യത്തെ പകുതിക്കകത്ത് കണ്ണിന്, ഹൃദയത്തിന്, ഞരമ്പുകന് ഇതിനൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷമുണ്ടോ എന്ന് ചില വിദഗ്ധരുടെ ആശങ്കകൾ പരിഹരിക്കാനായി അതിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടി വരുന്നതായിട്ടും കാണുന്നുണ്ട്. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച വലിയ ദോഷങ്ങളൊന്നും തന്നെയില്ല. പ്രത്യേകിച്ച് സാമ്പത്തികമായും പ്രവർത്തന സംബന്ധമായും വളരെ ഗുണമാണ് കാണുന്നത്. ആരോഗ്യ സംബന്ധമായി ചെറിയ ചില പ്രശ്നങ്ങളേ ഉള്ളൂ, ചില ആശങ്കകളേ ഉള്ളൂ. അത് പരിഹരിക്കാവുന്നതുമാണ്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 16, പിന്നെ 19, 20 താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങൾ, അതായത് ഏകദേശം ആദ്യ പകുതിയിലെ ദിവസങ്ങളും രണ്ടാം പകുതിയിലെ 2 ദിവസങ്ങളും വളരെ ഗുണകരമായിട്ട് കാണുന്നു. 4-4.25 ദിവസത്തോളം ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും പ്രവർത്തന രംഗത്തുള്ള വിജയമാണ്, സാമ്പത്തിക നേട്ടമാണ്, ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പാക്കലാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കാക്ഷിച്ചിരുന്ന, ആഗ്രഹിച്ചിരുന്ന ചില പ്രധാനപ്പെട്ട വസ്തുക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് പല കാര്യങ്ങൾ കൊണ്ടും തടസ്സപ്പെട്ട് കിടന്നിരുന്നതിൻ്റെ തടസ്സങ്ങൾ മാറുന്നതായിട്ടുള്ള സൂചന ഇവർക്ക് ലഭിക്കുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോയാൽ ഇവരുടെ കയ്യെത്തിപ്പിടിക്കാവുന്ന, അടുത്തെത്തി എന്നുള്ള ഒരു ധാരണ ഉറപ്പായിട്ട് തന്നെ ഇവർക്ക് കിട്ടുന്നു. അത് വലിയൊരു കാര്യമാണ്. യാത്ര വളരെ ഗുണകരമായിട്ട് കാണുന്നു. ഒരുപക്ഷെ ഈ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്ര ആയിരിക്കാം. അതുമായി ബന്ധപ്പെട്ടുള്ള യാത്ര വിജയകരമായി അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്, വിജയത്തിലെത്തുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടം നല്ലവണ്ണം ഉണ്ടാകുമെന്ന് കാണുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷം പുതിയ ചില സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടുള്ള യാത്രയും അതിനുള്ള ചില ചിലവുകളും ഉണ്ടാകും. ചില പുതിയ വ്യക്തികൾ സൗഹൃദ ഭാവങ്ങളുമായി, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ കാര്യങ്ങൾ മോശമല്ലാത്ത ഒരു പര്യവസാനമാണ് ഉണ്ടാകാനുള്ള സാധ്യത ഈ ദിവസങ്ങളിൽ വന്നാൽ. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ടത്, പിതാവിൽ നിന്ന് കുറച്ച് ധനം ഇവർക്ക് നൽകാം എന്ന്, അല്ലെങ്കിൽ കാരണവസ്ഥാനത്തുള്ള കുടുംബത്തിലെ വ്യക്തികളിൽ നിന്ന് ഇവർക്ക് കുറച്ച് ധനം നൽകാം കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എന്ന് പറഞ്ഞിരുന്നത് കൃത്യം സമയത്ത് ചിലപ്പോൾ നിറവേറ്റപ്പെടാൻ സാധിക്കണമെന്നില്ല.
എന്നാലും ഏകദേശം 90% അത്തരം കാര്യത്തിൽ ഇവർക്ക് ഉറപ്പ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിൽ പണം ഇവരിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. പിതാവിനോ അല്ലെങ്കിൽ പിതൃസ്ഥാനത്തുള്ളവർക്കോ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകാം. നേരത്തെ ഞാൻ പറഞ്ഞ വാഗ്ദാനം നൽകിയ പണം കൃത്യസമയത്ത് വരാത്തതുകൊണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ചില യാത്രകൾ ഇവർക്ക് മാറ്റിവെക്കേണ്ടി വന്നേക്കാം. തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് അനുകൂലമായി വരുന്നതിനാൽ നടക്കുകയും ചെയ്യും. ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ശാരീരികമായിട്ട് ചൂട് കൂടുന്നതിൻ്റെ ഭാഗമായും അസിഡിറ്റിയുടെ ഭാഗമായിട്ടുമൊക്കെ പ്രശ്നമുണ്ടാകാം. നയനങ്ങൾ, അതുപോലെ തന്നെ ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്തെ ലാക്കാക്കിക്കൊണ്ടുള്ള ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എന്തെങ്കിലും വിഷയമുള്ളവർ ശ്രദ്ധിക്കുക. പുതുതായി വരുന്നവർക്ക് അതിൻ്റേതായ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെട്ട വിദഗ്ധരെ കാണുക എന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14 രാത്രി 8 മണി കഴിഞ്ഞ് 15, 16, 17, 18 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും യാത്രയുടെ ആദ്യ ദിവസം, അതായത് തുടക്ക ദിവസം തന്നെ ഇവർക്കൊരു യാത്ര വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ കാലമായി ഇവർ താല്പര്യപ്പെടുകയും ഈ ഒരു ദിവസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സംരംഭത്തിന് വേണ്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്തിരുന്നത് ഇപ്പോഴായിരിക്കും നടക്കാൻ യോഗം എന്ന് കാണുന്നു. കുറച്ച് കൂടുതൽ പണം ഇവരിലേക്ക് വന്നെത്തിച്ചേരാനുള്ള വ്യക്തിയെ കാണുകയോ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന ഇവരുടെ കുറേ കടങ്ങളോ മറ്റു ദോഷങ്ങളോ മാറിക്കിട്ടാൻ വേണ്ടി ഒരു യഥാർത്ഥ ആളെ ആ വ്യക്തി വഴിയായിരിക്കും ഇവർക്ക് കൂടുതൽ ഗുണം ഇനി ഉണ്ടാവുക. ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള പണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങളോ ചെയ്തു കൊടുക്കാൻ കഴിവുള്ളയാൾ, അങ്ങനെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടൊരു യാത്ര വരുന്നുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഫലം കൂടുതലായിട്ട് ഇവർക്ക് കിട്ടുക ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയാണ്. ആദ്യത്തെ പകുതിയിലെ ദിവസങ്ങൾ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാവും. ആ ശ്രമങ്ങൾ വേണ്ടത്ര വിജയിക്കുന്നുണ്ടോ എന്നുള്ള ആശങ്കകൾ ആദ്യ ദിവസത്തിന് ശേഷം, അതായത് ആദ്യ പകുതിയിലെ ആദ്യ ദിവസത്തിന് ശേഷം അത്തരം ആശങ്കകൾ ഇവർക്കുണ്ടാകാം. എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതി തുടങ്ങുന്നത് തൊട്ട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട്, ശ്രമവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വിജയത്തിൻ്റെ കൊടിയടയാളങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നതാണ് സത്യം. പ്രത്യേകിച്ച് വരുമാന വർധനവ്, അതുപോലെ തന്നെ ചോദിച്ചിരുന്ന പണം കൃത്യമായി കിട്ടുന്ന അവസ്ഥ, ആ പണം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണം, ഇതെല്ലാം തന്നെ ഇവർക്ക് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില മനോവിഷമങ്ങൾ മാറുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്കുണ്ടായിരുന്ന ചില വിഷമങ്ങളും പരിഹരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. എന്നാലും ചിലപ്പോൾ ശരീരത്തിൽ കത്തിവെക്കേണ്ടി വരും, അതായത് ശസ്ത്രക്രിയ വേണ്ടി വരും എന്നുള്ള ഒരവസ്ഥ കാണുന്നുണ്ട്, പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം. അതുകൊണ്ട് തന്നെ വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം, എടുത്തുചാട്ടം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചില കാര്യങ്ങൾ പണം പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ മറന്നുപോകും, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. കഴിഞ്ഞ കുറേ കാലമായി ഇവർ അനുഭവിച്ചിരുന്ന യാതനകളും വിഷമങ്ങളും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ച് തന്നെ വയ്ക്കണം. അത് വച്ചിട്ട് വേണം ഭാവിയിലെ കാര്യങ്ങൾ ഓരോന്നും ക്രമീകരിക്കാൻ. അനുഭവം ഉണ്ടായാൽ മാത്രമേ ഗുരുവായി അത് മാറുകയും പിന്നീട് ജീവിതത്തിന് അത് വെളിച്ചം വീശുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായും അത് വേണം. ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ആയി ബന്ധപ്പെട്ട് പെരുമാറുമ്പോഴും ഇലക്ട്രിസിറ്റിയും തീയുമായി ബന്ധപ്പെട്ട് പെരുമാറുമ്പോഴും ശ്രദ്ധിക്കണം. ഇവരുടെ കയ്യിൽ അധീനതയിലുള്ള ചില ഭൂമി ചിലപ്പോൾ ഇവർക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കാം, എന്നാൽ പണം ഇവരുടെ കയ്യിൽ വരുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഇവരെ പല വിധത്തിലും സഹായിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14-ാം തീയതി രാത്രി 8 മണി വരെ നല്ലതാണ്. ശേഷം 17, 18, 19, 20 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ആദ്യത്തെ ദിവസം നല്ലതാണ്. അതിനുശേഷം ശാരീരികമായിട്ടുള്ള അവശതയോ തടസ്സങ്ങളോ തൊഴിൽ രംഗത്തോ ഒക്കെ ഉണ്ടാകാം. ശാരീരികമായ അവശത കൊണ്ട് തൊഴിൽ രംഗത്ത്, പ്രവർത്തന രംഗത്ത് പോകാൻ സാധിക്കാതെ വരാം. എന്നാൽ അപ്രതീക്ഷിതമായി പണം ഇവരിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ ചോദിച്ചിരുന്ന വ്യക്തികൾ കൈമലർത്തിയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ അപേക്ഷിച്ചിരുന്ന സ്ഥാപനങ്ങൾ നോ എന്നായിരിക്കാം മറുപടി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും ഇവർക്ക് പണം വരുന്നതായിട്ട് കാണുന്നു.
അത് ഇവരുടെ മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ രണ്ടാം പകുതി ഇവർക്ക് കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. ആദ്യ പകുതിയിലെ ആദ്യ ദിവസത്തിൽ ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും മനസ്സിന് സന്തോഷം നൽകുന്ന വ്യക്തിയെ കണ്ടുമുട്ടുന്നതായിട്ട് വരുന്നു. അതുമല്ലെങ്കിൽ തങ്ങളുടെ പുതിയ സംരംഭത്തിൻ്റെ കൂടെ നിൽക്കാൻ ആത്മാർത്ഥതയുള്ള യഥാർത്ഥ വ്യക്തി ആരെന്ന് തിരിച്ചറിയുന്നു ഈ ദിവസം. അതുപോലെ തന്നെ ചില യാത്രകൾ പ്ലാൻ ചെയ്യുന്നു. ആ യാത്രകൾ പിന്നീട് വളരെ സക്സസ്ഫുള്ളായി മാറുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഈ തുടക്ക ദിവസം ഇവർക്ക് ഭാവിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള ചില സംരംഭങ്ങളുടെ ബീജാവാപത്തിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ തുടക്ക ദിവസം ഇവർക്ക് വളരെ നല്ലതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു ഉള്ള ദിവസങ്ങൾ അപ്രതീക്ഷിതമായി ധനം ഇവരിലേക്ക് വന്നു ചേരാം. എന്നാൽ ശാരീരികമായി ദോഷമുണ്ട്. നട്ടെല്ല് സംബന്ധമായ അസുഖം വരാം. വസ്തിപ്രദേശം അരക്കെട്ട് ഭാഗത്ത് പ്രശ്നങ്ങൾ വരാം. മുമ്പിലും പിമ്പിലുമായിട്ട് മൂലാധാരത്തിൻ്റെ ഭാഗത്തും ലോവർ അബ്ഡമിൻ ഭാഗത്തുമൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ വേണം. ശേഷമുള്ള ദിവസങ്ങൾ ഇവർക്ക് പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാം പകുതിയിലെ അവസാന ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. ഒരുപക്ഷെ ആദ്യ ദിവസത്തിൻ്റെയും തൊട്ടടുത്ത ദിവസത്തിൽ വരുന്ന പണത്തിൻ്റെയും ഒക്കെ സഹായത്താൽ ഇവർക്ക് രണ്ടാം പകുതിയിലെ അവസാന ദിവസങ്ങൾ വളരെ പ്രയോജനകരമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. അത് പ്രവർത്തന രംഗത്താണ്, അവരുടെ കർമ്മരംഗത്താണ്. കർമ്മമെന്ന് പറയുമ്പോൾ ഡെയിലി അവരുടെ ചെലവുകൾക്കും ആഹാരത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി കാശ് കിട്ടുന്ന ഒരു പ്രവർത്തനം മാത്രമല്ല പത്താം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. എല്ലാ അർത്ഥത്തിലും മനസാ വാചാ കർമ്മണ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ ആലോചിക്കണം പത്താം ഭാവം കൊണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പുതിയ മാറ്റങ്ങൾ, വിവാഹം, വ്യവസായം, ബിസിനസ്, ജോലി, ആരോഗ്യം, ബന്ധങ്ങൾ, മറ്റു ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ പത്താം ഭാവം കൊണ്ട് ചിന്തിക്കണം. അങ്ങനെ വരുമ്പോൾ ആ ഒരു അവസ്ഥയ്ക്കൊക്കെ ഗുണകരമായി കാണുന്നു ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ഗുണകരമായ ദിവസങ്ങളെന്ന് പറയുന്നത് 14-ാം തീയതി രാത്രി 8 മണി വരെ നല്ലതാണ്. ശേഷം 19, 20 ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ഇവരുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്ന ചില പ്രോബ്ലംസിന്, ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു. ശത്രു മിത്രമായി മാറുന്നു. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം സമ്മാനിക്കുന്ന വ്യക്തികൾ ഒന്നുകിൽ സൈലൻ്റ് ആകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി സ്വയം അവിടെ നിന്ന് മാറുന്നു, അതല്ലെങ്കിൽ ഇവർക്ക് ആ വ്യക്തിയെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതായത് ആദ്യ പകുതിയിലെ ആദ്യത്തെ ദിവസം കഴിഞ്ഞുള്ള തുടർന്നുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. ആദ്യ ദിവസവും ദോഷമൊന്നുമല്ല. തുടർന്നുള്ള ദിവസങ്ങൾ സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, കുടുംബത്തിൽ വളരെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടാകുന്നു. ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് ഉല്ലാസയാത്ര പോകുന്നു, മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഇടങ്ങളിൽ യാത്ര ചെയ്യുന്നു, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ ഗുണമുണ്ടാകുന്നു. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു. പുതിയ കൂട്ടുകെട്ടുണ്ടാകുന്നു. ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ പുതിയ മേലധികാരിയോ അല്ലെങ്കിൽ പുതിയ സഹപ്രവർത്തകയോ വരുന്നു. ഇതെല്ലാം തന്നെ ഇവർക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായി നല്ല നേട്ടമുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കണം. തുടക്ക ദിവസം ഞാൻ പറഞ്ഞു ശത്രു മിത്രമായി മാറുന്ന അവസ്ഥ. കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതയോ കടമോ ഉണ്ടെങ്കിൽ അതിനൊരു പരിധിവരെ ആശ്വാസം കിട്ടുന്ന തരത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നു. അറ്റുപോയ ബന്ധങ്ങൾ എന്ന് വിചാരിച്ചിരുന്നത് പുനർജീവിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന വിശേഷം. തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പരസ്പരം മനസ്സിലാക്കി പുതിയൊരു ജീവിതത്തിൻ്റെ പാതയിലേക്ക് പരസ്പരം കൈകൊടുത്ത് അവർ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിശേഷം. ആഴ്ചയുടെ രണ്ടാം പകുതി ഇവർ അല്പം ശ്രദ്ധിക്കണം. ആഴ്ചയുടെ രണ്ടാം പകുതിയുടെ തുടക്ക ദിവസങ്ങളിൽ ശാരീരികമായ അസ്വസ്ഥത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും തൊണ്ട, അതുപോലെ തന്നെ ലങ്സ്, ശ്വാസകോശ സംബന്ധമായ ഭാഗങ്ങൾ, ഈ സ്ഥലത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അതാണ് പ്രധാനം. ജ്യോതിഷത്തിൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഓരോരോ രാശിക്കും ഓരോരോ ഇതെന്ന്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് MBBS എടുക്കണമെന്നുമില്ല. ജ്യോതിഷത്തിൻ്റെ ഭാഗത്തിലാണ് അത് പറയുന്നത്. അങ്ങനെ ഒരു ബിരുദൻ എഴുതിയിരുന്നു, ഡോക്ടർ അത് പറഞ്ഞുകൊള്ളുമെന്ന്. അയാൾക്ക് കൊടുക്കുന്ന മറുപടി തന്നെയാണിത്. നേരത്തെ കൊടുക്കേണ്ടിയിരുന്നതാണ്. എന്തിനിതിനൊക്കെ മൈൻഡ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാതിരുന്നത്. അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഓപ്പറേഷൻ നടത്താനോ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കാനോ സാധിക്കില്ല, അതെനിക്കും അറിയാം. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഈ പ്രധാന സംഭവങ്ങളാണ്. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ പിതാവിനത്ര നല്ലതുമല്ല. അതുകൊണ്ട് തന്നെ
ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പിതാവിൻ്റെ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണമെന്ന് കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിലോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില തീരുമാനങ്ങളിലോ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അത്ര നല്ലതല്ല എന്നും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 16 ദിവസങ്ങൾ താരതമ്യേന മേന്മയുള്ളതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. തുടക്ക ദിവസങ്ങൾക്കു ശേഷം ഇവർക്ക് ഗുണമാണ് കാണുന്നത്. ആദ്യത്തെ ദിവസം അത്ര നല്ലതല്ല. ആദ്യത്തെ ദിവസം ചില ഭാഗ്യക്കേടുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ തന്നെ ആരുടെയെങ്കിലും അസുഖമോ മറ്റ് അസ്വസ്ഥതകളോ കൊണ്ട് അസൗകര്യങ്ങളോ കൊണ്ട് ചിലപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ചില യാത്രകൾ മാറ്റിവെക്കേണ്ടി വന്നിരിക്കാം തുടക്ക ദിവസം. എന്നാൽ അതിനുശേഷമുള്ള ആദ്യ പകുതിയിലെ ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. എന്തൊക്കെയാണോ കഴിഞ്ഞ കുറേ നാളുകൾ തടസ്സപ്പെട്ട് നിന്നിരുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ആഴ്ചകൾ എന്തൊക്കെയാണോ പെൻഡിങ് ആയി ഉണ്ടായിരുന്നത് അതൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. കൃത്യമായി ഇവർക്ക് സാമ്പത്തിക സഹായം വരുന്നു. ശത്രു പോലും ഇവരെ സഹായിക്കുന്നൊരവസ്ഥ വരുന്നു. പുതിയ ചില പ്രോജക്റ്റുകളിൽ ഒപ്പുവയ്ക്കപ്പെടുന്നു. ചില പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു. പസിൽസ് വിൽ ബി സോൾവ്ഡ് എന്നാണ് പറയുന്നത്. അതായത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ, ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. മാത്രവുമല്ല, ഏറ്റവും പ്രധാനം ആഴ്ചയുടെ അവസാന ദിവസമാണ്. അവസാനത്തെ 2 ദിവസങ്ങളാണ്. ആ ദിവസം അപ്രതീക്ഷിതമായി കുറേ പണം ഇവരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവസാനത്തെ ദിവസം ശാരീരികമായി ഒട്ടും നല്ലതല്ല. അതും മനസ്സ് അകാരണമായി വേദനിക്കാം. പണം വരുമ്പോൾ എങ്ങനെ വേദന എന്ന് ചിന്ത വരും. പണം എല്ലാത്തിനും പരിഹാരം എന്ന് പറഞ്ഞുകൂടല്ലോ. 99% പരിഹരിക്കും. എങ്കിലും ആ 1% എന്തെങ്കിലും ഒരവസ്ഥ മകരക്കൂറുകാർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായി ചില മൂഡ് ഓഫ് അവസ്ഥകൾ, മാനസികമായ ചില പിന്നാക്കം വലിക്കുന്ന ചില അവസ്ഥകൾ, അല്ലെങ്കിൽ നട്ടെല്ല് സംബന്ധമായോ തുടയെല്ല് സംബന്ധമായോ എന്തെങ്കിലും വേദനയോ പ്രശ്നങ്ങളോ, ശരീരം വേണ്ടവണ്ണം ഫ്രീ ആയി മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത അവസാന ദിവസങ്ങളിൽ കാണുന്നു. എന്നാൽ സാമ്പത്തികമായ നേട്ടമാണ് പൊതുവേ. കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നുണ്ട്. മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. തുടക്ക ദിവസം സന്താനങ്ങൾക്കത്ര നല്ലതല്ല എന്ന ചിന്തയും മറക്കണ്ട. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 14 രാത്രി 8 മണി കഴിഞ്ഞ് 15, 16, 17, 18 ഗുണമുള്ളതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനം ആഴ്ചയുടെ 2ാം പകുതിയാണ്. 2ാം പകുതി വളരെ ഗുണമാണ്. ആദ്യ പകുതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 2ാം പകുതിയാണ് ഇവർക്ക് സാമ്പത്തികമായി ഗുണം നൽകുന്നതും പ്രവർത്തന സംബന്ധമായി കൂടുതൽ ഉയർച്ചയുണ്ടാക്കുന്നതും. ഏറ്റവും വേണ്ടപ്പെട്ട ചില വ്യക്തികളുമായി ചേർന്ന് ചില പുതിയ സംരംഭങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അത് കൃത്യമായി വിജയത്തിലെത്തുകയോ അല്ലെങ്കിൽ ആരാണോ ഈ പ്ലാൻ ഒക്കെ അനുവദിച്ച് തരേണ്ടത് ആ വ്യക്തികൾക്ക് കൃത്യമായി ഇവരുടെ മനസ്സിലെ ആശയങ്ങൾ ബോധ്യപ്പെടുകയും അതനുസരിച്ച് അതിന് സമ്മതം ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നുണ്ട്. മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അകൽച്ചയോ കലഹമോ അതിനൊക്കെ മാറ്റം സംഭവിക്കുന്നു. അതായത് അത് കുറയുന്നു, അകൽച്ചയും മാറ്റവുമൊക്കെ. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില മുടക്കങ്ങൾ ഉണ്ടായിരുന്നവർക്ക് മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. പോസിറ്റീവായി കാര്യങ്ങൾ വിവാഹം കഴിക്കാൻ സന്നദ്ധതയുണ്ടാകുന്നു, അല്ലെങ്കിൽ അതിന് അവസരത്തിനായി കാലം ഒരുക്കിയെടുക്കുന്നു അവരെ. അതുപോലെ ചില യാത്രകൾ കൃത്യമായി തയ്യാറാവുന്നു. മുടങ്ങിക്കിടന്നിരുന്നതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. അതിന് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ അതിന് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പഠനമോ യാത്രയോ ജോലിയോ അത്തരം കാര്യത്തിലും പോസിറ്റീവായ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. ചില പുതിയ ബന്ധങ്ങൾ വരുന്നു. പുതിയ ചില പ്രണയബന്ധങ്ങൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ബിസിനസ്സിൽ പോലും പുതിയ സൗഹാർദ്ദങ്ങൾ വരുന്നു. അതൊന്നുമല്ലെങ്കിൽ കോമണായി ചില സൗഹാർദ്ദങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം മനസ്സിനോ അല്ലെങ്കിൽ ഭാവിയിൽ അവരുടെ ജീവിതത്തിനോ ഗുണം തരുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ ആദ്യ പകുതി മാതാവിനത്ര നല്ലതല്ല, പ്രത്യേകിച്ചും തുടക്ക ദിവസം അത്ര നല്ലതല്ല. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്ന് കാണുന്നു. ഉപാസനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണമെന്നും കാണുന്നു. അതുപോലെ തന്നെ സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും ശ്രദ്ധിക്കണം ആഴ്ചയുടെ ആദ്യ പകുതിയിൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 18, 19, 20 ആണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം നല്ലതാണ്. അതിനുശേഷം ആഴ്ചയുടെ അവസാന ദിവസങ്ങളുമാണ് നല്ലത്. അപ്പോൾ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഇവർക്ക് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ എന്തെന്നാൽ പ്രധാനമായും
വീട്ടിൽ നിന്ന് അല്പം മാറി നിൽക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നു. വീട്ടിൽ നിന്ന് മാറി നിന്നാൽ എന്താണ് ദോഷമെന്ന് ചിന്ത വരും. പക്ഷേ ഇവിടെ ചെറിയ ചില കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഏതെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ കൃത്യമായി നിറവേറ്റപ്പെടാൻ സാധിക്കാതെ അതിൻ്റെ പേരിലുണ്ടാകാവുന്ന വാക്കുതർക്കവും കലഹവുമാകാം ഒന്ന്. അല്ലെങ്കിൽ മാതാവിൻ്റെ മൂലകുടുംബത്തിൽ മാതാവിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനാൽ ചില കുടുംബങ്ങളിൽ ഉണ്ടാകാവുന്ന കലഹമോ വഴക്കോ ഇവിടെ പെരുകാനുള്ള സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ. ആഴ്ചയുടെ തുടക്ക ദിവസത്തിന് ശേഷമുള്ള 2.25 ദിവസങ്ങളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാകാം. ഈ ദിവസങ്ങളിൽ വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. വീട്ടിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിൽക്കേണ്ടതായി വരാം. മനസ്സിന് സുഖം നൽകാത്ത ചില കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നാലും ആ തൊട്ടടുത്ത ദിവസങ്ങൾ പിന്നീട് ഗുണകരമായിട്ട് കാണുന്നു. അതുപോലെ വീട്ടിൽ സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ ചില കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. തീരെ കൊച്ചുകുട്ടികളാണെങ്കിൽ അവരുടെ മനസ്സിനത് താങ്ങാൻ പറ്റണമെന്നില്ല. കൗമാര രൂപത്തിലുള്ളവർക്കും ചിലപ്പോൾ അത് താങ്ങാൻ പറ്റണമെന്നില്ല. അത് അവരുടെ പഠനത്തെയോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലെയോ മറ്റു പ്രവർത്തനങ്ങളെയോ ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധ വേണം. മാതാപിതാക്കൾ പക്വതയുള്ളവർ എന്നാണല്ലോ വൈപ്പ് അവരെ. അതുകൊണ്ട് ആ ഒരു ചിന്ത, ആ ഒരു അവസ്ഥ അവർ പുറത്ത് കാണിക്കണം. എത്ര കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടായാലും തങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നവരെ അത് ബാധിക്കാതെ സ്വാധീനിക്കാതെ നോക്കണം. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കാര്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട്, കലഹങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട്, മുടക്കങ്ങളെല്ലാം തീർത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് കാണുന്നത്. നല്ല സാമ്പത്തിക നേട്ടം ആഴ്ചയുടെ തുടക്ക ദിവസവും ആഴ്ചയുടെ അവസാന 2 ദിവസങ്ങളിലും വരുമെന്ന് കാണുന്നു. അത് പല കാര്യങ്ങളിലും ഇവർക്ക് ആശ്വാസമായി മാറുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് കാണുന്നില്ല. എന്നാൽ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ആദ്യ ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസവും 2ാം പകുതിയിലെ തുടക്കത്തിലെ 2 ദിവസവും ചിലപ്പോൾ ചില സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാക്കിയേക്കാം. പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മാനസികമായി അതിന് തയ്യാറെടുക്കാത്തത് കൊണ്ടോ ആവാം ഈ കാരണങ്ങൾ. ശാരീരികമായ അവസ്ഥ ഇവർ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് മാതാവുമൊത്ത് യാത്ര ചെയ്യുമ്പോഴും അതുപോലെ വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കേണ്ടി വരുന്ന അവസ്ഥയുമാണ് കൂടുതലായി ചിന്തിക്കേണ്ടത്. മാറിടത്തിനും അതുപോലെ ഉദരത്തിൻ്റെ മോൾ ഭാഗത്തിനും അപ്പർ സ്റ്റൊമക്ക് ഈ ഏരിയയിൽ അപ്പർ അബ്ഡമിൻ ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 14-ാം തീയതി രാത്രി 8 മണി വരെയും ശേഷം 19ഉം 20ഉമാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ശനി ദോഷത്തിനായി ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ഉച്ചാരണം തെറ്റാതെ ജപിക്കണം. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ശനീശ്വരനോ അയ്യപ്പസ്വാമിക്കോ അല്ലെങ്കിൽ ധർമ്മശാസ്താവിനോ നീരാഞ്ജനം കത്തിക്കുക. അതുപോലെ തന്നെ കടുംപായസം കഴിപ്പിക്കുക. നീലപ്പട്ടോ കറുത്ത പട്ടോ സമർപ്പിക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം. അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്യാഴദോഷം ഉള്ളവർ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശ്രീ മഹാവിഷ്ണുവിന് പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ ആവാം. മഞ്ഞപ്പട്ട് സമർപ്പിക്കാം. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കണം. അതുപോലെ കേതുദോഷ പരിഹാരത്തിനായിട്ട് ഗണപതിയെ ധ്യാനിക്കുക. ഓം ഗം ഗണപതിയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതിയോ നമോ എന്ന് ജപിക്കാം. ഗണപതിക്ക് കറുകമാല അർപ്പിക്കാം. ഉണ്ണിയപ്പ നിവേദ്യം, അതുപോലെ തന്നെ നാളികേരമുടയ്ക്കൽ ഇതൊക്കെ ആവാം. ഓം നാഗായ നമ എന്ന് ജപിക്കുക നാഗദോഷ പരിഹാരത്തിന്. അതുപോലെ നൂറുംപാലും അർപ്പിക്കുക. പിന്നെ ഈ ഓരോരുത്തരുടെ നാളും പേരും പറഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള പൂജകളൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാവരും യഥാവിധി ഓരോരുത്തരും അത് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് വീണ്ടും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.